അസ്സലാമലൈക്കും. ഇവിടെ ഇത് നിങ്ങൾക്ക് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ചപ്പാത്തി ബോളാണെന്ന്. ചപ്പാത്തി ഉണ്ടാക്കുക. പക്ഷെ ഇവിടെ ചപ്പാത്തി അല്ല, നമുക്കിന്ന് ഇവിടെ പൂരിയാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഈ 5 ബോൾ കൊണ്ട് എത്രയും പെട്ടെന്ന് 45 പൂരി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ സഹറാബാനു കുക്കിംഗ് ആൻഡ് ടിപ്സ്. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ പൂരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. ഞാനിവിടെ ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടി കൊണ്ടാണ്. ഇവിടെ 2.5 കപ്പ് ഗോതമ്പ് പൊടിയും പിന്നെ അതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മൈദപ്പൊടി ഉപയോഗിക്കുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, അത് പെട്ടെന്ന് പൊള്ളയ്ക്കാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി ഉപയോഗിക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി ഉപയോഗിക്കുന്നത് നമുക്ക് ദോശയാണ്, പക്ഷെ നമുക്ക് ഒന്ന് പൊള്ളിച്ച് കിട്ടണമെങ്കിൽ മൈദപ്പൊടി ഉപയോഗിച്ചേ മതിയാവൂ. അല്ലെങ്കിൽ വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അത് നെയ്യ് കൊണ്ട് നമുക്കൊന്ന് കുഴച്ചെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. പച്ചവെള്ളം എടുത്തെങ്കിൽ പൂരി ഒന്ന് പൊള്ളിച്ച് വരുള്ളൂ. അതുകൊണ്ടാണ് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ചൂടുവെള്ളം കൊണ്ടാണ് കുഴച്ചെടുക്കാറ്. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാക്കണം. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം ഇതൊന്ന് വീണ്ടും കുഴച്ചെടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നമ്മൾ വളരെ ബിസി ആയിട്ടുള്ള ജോലിക്കാരും എല്ലാം ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പൂരി പെട്ടെന്നായി കിട്ടണമെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാവണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളിത് മാവ് റെഡി ആയിട്ടുണ്ട്. 5 ബോൾസ് ഞാൻ ഉണ്ടാക്കി. ഇനി 5 ബോൾസ് കൊണ്ട് എങ്ങനെയാണ് പെട്ടെന്ന് 45 പൂരി ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇത് പരത്തിയെടുക്കാനായിട്ടൊരു പലക എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. ഇതെങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ എന്ന് വെച്ചാൽ ഇത് നമ്മൾ വർക്കിംഗ് ലേഡീസിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ബാച്ചിലേഴ്സിന് നല്ലതാണ്. കുറച്ച് പൊടി ഇട്ടതിന് ശേഷം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് റോളർ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇവിടെ ഈ ചപ്പാത്തി പലക കുറച്ച് വലുപ്പം കൂടിയതാണ്. കുറച്ച് വലുപ്പം കൂടിയ പലക വേണം കേട്ടോ അത് പരത്തെടുക്കാൻ. കാരണം എത്ര സൈസ് കൂടുന്നു അതിനനുസരിച്ച് നമുക്ക് ഈ പൂരി ഉണ്ടാക്കാം. അപ്പോൾ ഇത് നല്ല വട്ടത്തിൽ പരത്തിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു അടപ്പെടുക്കുക. എന്തെങ്കിലും ഒരു ബോട്ടിലിൻ്റെ ഒക്കെ എടുത്താൽ മതി. ഞാനിവിടെ ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഞാൻ അത് പരത്തി വെച്ച് നിന്നും കട്ട് ചെയ്തു. നല്ല മൂർച്ചയുള്ളതായിരിക്കണം കേട്ടോ ഇതിൻ്റെ മൂടിയ അല്ലെങ്കിൽ അടപ്പൊക്കെ. ഇത് കണ്ടോ എത്ര നല്ല വട്ടത്തിലായി കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് 5 പൂരി ഇവിടെ റെഡി ആവുകയും ചെയ്തു. അപ്പോൾ 5 ബോൾസിൽ നിന്നും നമുക്കൊരു 25 ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ 25 ഉണ്ടാക്കിയെടുത്തെങ്കിലും ഇത് വീണ്ടും ഇതിൻ്റെ ബാക്കിയുള്ളതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും വെച്ചിട്ട് വീണ്ടും നമ്മൾ പൂരി ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു 45 പൂരിയോളം നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതുള്ളൂ. ഇനി അതിനുശേഷം ഇതെല്ലാവർക്കും അറിയുന്നതാണ് എങ്ങനെ പൊരിച്ചെടുക്കണം, എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം എന്നറിയാം. അപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സിമ്മല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും, അല്ലെങ്കിൽ അത് വേവില്ല. വേവണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക, വളരെ ഈസി ആയിട്ട്. ഇനി നിങ്ങളുടെ ചപ്പാത്തി പരത്തുന്ന പലക ഇതിനേക്കാൾ വലുതാണെങ്കിൽ നമുക്കൊരു 6 7 ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്നതുള്ളൂ. ഇതിപ്പോൾ ഓരോന്നെടുത്ത് ഓരോ ചെറിയ കുഞ്ഞു ബോൾസ് എടുത്ത് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിനുശേഷം പരത്തുമ്പോൾ നല്ല പ്രയാസമാണ്. ഇത് കണ്ടോ നല്ല ഫ്ലഫി ആയിട്ട് നല്ല പൊങ്ങിയിട്ടുണ്ട്, നല്ലതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ ഈസി ആയിട്ട് നമ്മുടെ ജോലി പെട്ടെന്ന് തീർക്കാം.